ഹലോ വെൽക്കം ടു ഓളോ യാങ്സ്. അപ്പോൾ ഇന്ന് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. പെരുന്നാൾക്ക് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. വീടിൻ്റെ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിരിക്കും. അപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ല. ഇന്നിപ്പോൾ 4-ാം പെരുന്നാളാണ്. അത്ര വലിയ പ്രത്യേകതയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ബീച്ച് വരെ പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് കാക്കൂനൊന്നും ഒഴിവുണ്ടായിരുന്നില്ല, വണ്ടി എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ബീച്ച് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. മഴയ്ക്കാണ്, ഇന്നും പണ്ടുമില്ലാത്ത മഴ കഴിച്ചുന്ന്, എന്താ ചെയ്യുക, ഭാഗ്യം കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ അത്ര എക്സൈറ്റഡ് കാര്യങ്ങൾ നോക്കിയേ, കോഴിക്കോട് ബീച്ചിലേക്കാണോ ഈ കണ്ട ഷോ ഒക്കെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് അങ്ങനെയല്ല കഴിച്ചു. ഞാൻ കുറേ ആയി പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ആയി പോകണമെന്ന് വിചാരിക്കണം. ഞാൻ പെരുന്നാളിൻ്റെ ഇങ്ങനെ പറഞ്ഞു, പക്ഷേ കാക്കൂന് ഒഴിവുണ്ടായിരുന്നില്ല. ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഫൈനലി അപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിൽ പോവാം. ഓക്കെ, അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. പരിപാടി മുഞ്ചോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ബീച്ച് ഏരിയയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ വണ്ടി കയറിയ കോമാളിത്തരങ്ങൾ ഇപ്പം നീ കാണുന്നത്. ആദ്യം ഇതിൻ്റെ ഹിറ്റ്ലർ ഡാഡി, ഇത് ഹിറ്റ്ലറിൻ്റെ വൈഫ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായതുകൊണ്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് അസ്കൃത ഭയങ്കര സീരിയസ് ആണ് വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ നോക്കി ചിരിക്കണമൊക്കെ ഉണ്ട് ഞാൻ തട്ടിയപ്പോൾ. അങ്ങനെ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രാഫിക്കിലും തിരക്കിലൊന്നും പെടാതെ പെട്ടെന്ന് തന്നെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് ഫറൂഖാണ്. ഫറൂഖിലെത്തി നമ്മൾ. അങ്ങനെ ബീച്ച് ഏരിയൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പെയ്തിട്ടില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. വെയിലുമില്ല മഴയില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ മേൽ പറയപ്പെട്ട ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ബീച്ച് ജസ്റ്റ് കണ്ടിട്ട് നമുക്കൊന്ന് ചായ കുടിക്കാറുണ്ട്. കാരണം വണ്ടിയിൽ നിന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഒന്ന് ഉഷാറാകാൻ വേണ്ടി ഒന്ന് ചായ കുടിച്ച് തുടങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയും നല്ല കാട വറുത്തതും ഉണ്ട് കഴിച്ചു. അവിടെ കല്ലുമക്കായൊക്കെ ആയിരുന്നു, പക്ഷെ ആർക്കും ഇഷ്ടമായില്ല. ഉമ്മാക്കൊന്നും കല്ലുമക്കായ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ അത് വേണ്ട, പക്ഷെ നമ്മൾ കാടിയും അതുപോലെ ചായയും കുടിച്ചു കഴിച്ചു. നമ്മൾ ബീച്ചിലെത്തിയിരിക്കും. നോക്കാൻ നടന്ന മോന്തെത്തും ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്ട് ബീച്ചിലേക്ക് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കണം. കടകളിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോണത്, നിങ്ങൾ ശ്രദ്ധിച്ചു അത്. അങ്ങനെ ബീച്ച് കുറച്ചു നേരം നല്ലപോലെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ബീച്ചിൻ്റെ അടുത്തേക്ക് ഉമ്മക്ക് ഭയങ്കര പൊലിവ് ഗൈസ്. ഇമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഉമ്മ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പം നമുക്ക് ഉമ്മാൻ്റെ കൂടെ ചില്ലാവാം. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ പതുക്കെ ബീച്ചിലേക്ക് ഇറങ്ങി ഗൈസ്. എനിക്കും ഉമ്മാക്ക് ഞാനും കൂട്ടായി ഞങ്ങൾ ബീച്ചിലേക്ക് എൻജോയ് ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ബീച്ച് എൻജോയ് ചെയ്ത സമയത്ത് കടലിൻ്റെ മുകളിൽ കൂടി പ്ലെയിൻ പോണത് കണ്ടു. എല്ലാവർക്കും ഉണ്ട് എനിക്കറിയില്ല. നമുക്കിപ്പോഴും ഒരു പ്ലെയിനിൻ്റെ സൗണ്ട് കേട്ട് നമ്മൾ പുറത്തിറങ്ങി നോക്കും, അതൊരു നൊസ്റ്റു ഫീലാണ്. ഇവിടെ ഉമ്മ അങ്ങനെയാണ്, പ്ലെയിനിൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും ആളൊന്ന് പുറത്ത് നോക്കി എത്തി നോക്കും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഒരു പീസ്ഫുൾ മൈൻഡായിരിക്കും. എനിക്ക് മാത്രമാണ് തോന്നിക്കണമെന്ന് എനിക്കറിയില്ല. ബീച്ച് ഏരിയയിൽ വന്നു ആരും സങ്കടപ്പെട്ട് നിൽക്കണതോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി നല്ല എൻജോയ് ചെയ്യുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബീച്ചിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ഗുഡ് മൈൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ ഇതാവുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി എന്താണ് എല്ലാവരുടെയും അഭിപ്രായം എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്, എല്ലാവർക്കും പീസ്ഫുൾ മൈൻഡായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യും. ഓക്കെ, ബീച്ചിൽ വന്ന അച്ചാറും ഐശ്വര്യതയും കഴിക്കാത്തോല് ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അച്ചാറ് കഴിച്ചു, ഐശ്വര്യത കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരുതിയും കൊണ്ടിരിക്കുകയാണ് കഴിച്ചു. പക്ഷെ വലിയ മെച്ചമൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാവരും ഷെയർ ചെയ്യുക ചെയ്തു. അച്ചാറൊക്കെ വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് റിട്ടേൺ ആയി. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, അക്വേറിയം കാണാൻ വേണ്ടി പോവാം. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി ഇവിടെ ലോക്കാണ് ഗൈസ്, വണ്ടി എടുക്കാൻ സാധിക്കുകയില്ല.
നമ്മൾ ബീച്ചിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോണത് മറൈൻ വേൾഡിലേക്കാണ്. നമുക്ക് മറൈൻ ഡ്രൈവിലെ മത്സ്യകന്യകേനെ കാണാൻ പോകാം ഗൈസ്. അപ്പം ഞാൻ കാണുമ്പോൾ നിങ്ങളും കാണണമല്ലോ, അപ്പം നിങ്ങളെയും കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ അക്വാ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ അലച്ചിലിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് 120 ഉറുപ്പ്യാണ് ഗൈസ്, നിങ്ങൾ അറിയണം. അതിന് മാത്രം കാണാണ്ടോ ചെന്നുണ്ടേനു. ഇതാണ് അതിൻ്റെ കവാടം. അങ്ങനെ കയറി ഇറങ്ങി ഞങ്ങൾ ഫൈനലി അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഒരു മായാവിക്കോട്ടയ്ക്ക് പോകണം അതിനൊന്നും ആദ്യം. അങ്ങനെ ആദ്യം കുറച്ച് പക്ഷികളെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു ഗൈസ്. ഇനി അങ്ങോട്ടുള്ള നിങ്ങൾ കണ്ടോളി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കോളാക്കുന്നില്ല. നമ്മൾ പക്ഷികളെയും കാര്യങ്ങളെയൊക്കെ കണ്ട അടുത്ത ഡെസ്റ്റിനേഷൻ ഫിഷ് ഐറ്റംസ് ആണ്. പലതരം മീനുകളെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഞരണ്ടി മീൻ. നമ്മളെന്തെങ്കിലും കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ കാട്ടിയാൽ ഞരണ്ടി വാലുകൊണ്ട് അടിക്കണം, എന്നാലേ ഒതുങ്ങുള്ളൂ എന്നൊക്കെ പറയില്ലേ, ആ മീനാണ് ഗൈസ് ഇത്. അതിൻ്റെ വാലിൻ്റെ വലിപ്പം കണ്ടോ, ചൂര കഷായം പോലെ ആ തല മുതൽ ഈ തല വരെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ മത്സ്യകന്യകയും അതേപോലെ മത്സ്യകന്യകനെയും കണ്ടു ഗൈസ്. അങ്ങനെ അയാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഓരോ മാജിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടികളെടുത്ത്. കുട്ടികളൊക്കെ അത് എൻജോയ് ചെയ്ത് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് മത്സ്യകന്യക. ഇനി നമുക്ക് കന്യകയെ കാണാം. ഓക്കെ, അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ മത്സ്യകന്യക ഉണ്ടായിരുന്നു. ആളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മത്സ്യകന്യകനെയും കണ്ടിലും കന്യകയാണല്ലോ എപ്പോഴും രസം. അപ്പോൾ ആൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മീനിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആൾ ഞങ്ങൾ വന്നപ്പോൾ മേലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഓക്സിജൻ കുറ്റിയൊന്നുമില്ല. ആൾ 5 മിനിറ്റ് കൂടുമ്പോൾ മുകളിൽ പോയി ശ്വാസത്ത് പോരാണ് വന്നോളൂ ഗൈസ്.
അങ്ങനെ കടലിൽ അത്യാവശ്യം എല്ലാ മീനുകളും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സെറ്റ് ചെയ്തത് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ ദുബായ് മാൾ എന്നൊക്കെ പറയണത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണുന്ന വഴി നല്ല മുകളിൽ കൂടി മീൻ പോണേ. ഐ തിങ്ക് ദുബായി തന്നെയാണ് തോന്നുന്നു ആക്കൂറിയം. അപ്പോൾ അതേപോലെയൊക്കെ ഒരു ടൈപ്പ് തല്ല മുകളിൽ കൂടി അടുത്ത് അങ്ങനെ എല്ലാ തരം ഫിഷുകളും കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഒരു എക്സിബിഷനെല്ലാം ഉണ്ടാകുന്ന പോലെ തന്നെ. അങ്ങനെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല. കടലിൻ്റെ ഉള്ളിൽ വീടാണോ എന്താണെന്ന് നിങ്ങൾക്ക് സംഭവം ശരിക്കും മനസ്സിലായില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓരോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരം അച്ചാറുകളും കാര്യങ്ങളും. അച്ചാറുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ സ്റ്റക്കാവും. പലതരം അച്ചാറുകളും ഓരോ ടൈപ്പ് അച്ചാർ, ചക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, കടലച്ചാറൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അച്ചാറുകൾ കാണുന്നത്. ബട്ട് ആക്ച്വലി എനിക്കിഷ്ടമായില്ല. 2-3 ഐറ്റംസൊക്കെ ഉള്ളൂ രസം. ചക്കച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, വൈകിട്ടുള്ള ഓർമ്മപ്പെടുത്തുന്നില്ല. അങ്ങനെ കുറച്ച് അച്ചാർ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ചക്കച്ചാർ ഗൈസ്. വലിയ ആളായിട്ട് ഉമ്മ വാങ്ങിയിരിക്കണം, പക്ഷെ ഉമ്മ തുപ്പിക്കളഞ്ഞു ഗൈസ്. അത് തീരെ മെച്ചുണ്ടായിരുന്നില്ല. അങ്ങനെ പലതരം അച്ചാറുകൾ, മാങ്ങ, പലതരം പൈനാപ്പിൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, നമ്മൾ കാണാത്ത ഒരുപാട് തരം അച്ചാറുകളുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു മാങ്ങയും ഈത്തപ്പഴം മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനം തന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഐ ലൈക്ക് ദാറ്റ്. ബട്ട് അവിടെ ചെന്നാൽ ഡൽഹി ചെന്ന പോലെയാണ് ഗൈസ്. ഡൽഹിയിലത്തെ എല്ലാ ഐറ്റംസ് ബാഗും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അവിടുത്തെ ഡബിളിൻ്റെ ഇരട്ടി റേറ്റാണ് ഇവിടെ. അവിടെ 350 റുപ്യക്ക് കിട്ടുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ 500-700 രൂപക്കൊക്കെയാണ് ഓല്, 850 രൂപക്കൊക്കെയാണ് ഓല് വിൽക്കുന്നത്. പിന്നെ കളർ പെൻസിലും കാര്യങ്ങളും അങ്ങനത്തെ ബുക്ക്. നമ്മളെ വീട്ടിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പ് അടിച്ചു ഗൈസ്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മളൊരു അടിപൊളി സാധനം കണ്ടു ഗൈസ്. നമ്മളെ നൊസ്റ്റു മിഠായികൾ, ചെറുപ്പകാല മിഠായികളും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ആ നൊസ്റ്റു മിഠായികളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ നൊസ്റ്റു മിഠായി. ഇത് അവർ എഴുതിയിട്ട് തന്നെ പഴയകാല മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാ ടൈപ്പ് മിഠായികളും ഉണ്ട്. പാൽഗോവ, അതേപോലെ പുളിയിഞ്ചി, തേൻമിഠായി, കടല മിഠായി, നാരങ്ങ മിഠായി. ഇവിടെ പുറത്ത് കിട്ടാത്ത പല ടൈപ്സ് മിഠായികളും ഇവിടെ ഞാൻ കണ്ടു. നമുക്കിപ്പോൾ സ്കൂളിൽ പോയിരുന്ന കാലത്തൊക്കെ കഴിച്ചിരുന്ന പോലത്തെ നാരങ്ങ മിഠായി, അത് സിസർ മിഠായി, അങ്ങനെ ഇമിലി, അങ്ങനെ ഒരുപാട് ടൈപ്പ് മിഠായി ഉണ്ടായിരുന്നു. ജെല്ലി മിഠായി, അതേപോലെ കോയിൻ മിഠായി, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് മിഠായികൾ നമുക്ക് അവിടെ കാണാമായിരുന്നു ഗൈസ്. നമ്മൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു, പിന്നെ കുറച്ച് നമ്മൾ കണ്ടുപോന്നു. പിന്നെ അവിടെ സ്കൂബ ഡൈവിങ് പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഓല് കോണ്ടാക്ട് ചെയ്യും. സ്കൂബ ഡൈവിങ് പഠിപ്പിക്കണം. നമ്മളെ കോവളം ബീച്ചിലാണ്, തിരുവനന്തപുരത്ത് കോവളത്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അസ്കറിന് ഭയങ്കര ഇൻട്രസ്റ്റും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തുക്കണം. അവർ എത്രയോ ഫീസിന് വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂബ ഡൈവിങ് നല്ല താല്പര്യമുള്ളൂ എനിക്ക് ഇൻഫോം ചെയ്യാം. പിന്നെ അത്തറ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അല്ലാതെ ചില്ലറ ബാഗ്, പിന്നെ ഫാൻസി ഐറ്റംസ്. നമ്മളൊരു പള്ളിപ്പെരുന്നാൾക്കും അതേപോലെ പൂരത്തിനൊക്കെ പോയൊരു ഫീലാണ് ഗൈസ്. അടിപൊളിയാണ്. ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടി, ഫോണ് വെക്കാൻ വേണ്ടിയാണ് കുറേ സ്റ്റാൻഡ് നോക്കി. ബട്ട് ഒന്നും മെച്ചമുണ്ടായിരുന്നില്ല, നമ്മൾ വിചാരിച്ച പോലത്തെ അത്ര ഇതില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നുണ്ട് ഗൈസ്, അവിടെയാണ് മറ്റേ ആ മൃഗങ്ങളെ മേത്ത് വെക്കണേ, പാമ്പിനെയൊക്കെ മേത്ത് വെക്കണേ. ആ ചെക്ക കണ്ടോ മേത്ത് പാമ്പിനെയൊക്കെ വെച്ചിരിക്കണേ. എന്തല്ലേ, എനിക്ക് കണ്ടപ്പോൾ തന്നെ ആകെ എൻ്റെ മീൻ. അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി 400 റുപ്യ വെക്കുന്ന പോലെ ഉണ്ടാവും. ബട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ചെടികളുടെ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ടപ്പോൾ വാപ്പ അവിടെ സ്റ്റക്കായി ഗൈസ്. വണ്ടിമ പോകുമ്പോഴാണ് പക്ഷെ ഇതിട്ടാൽ കണ്ണൊരു സുഖം. നമുക്ക് അടുത്ത് ട്രൈ ചെയ്തോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കൂളിംഗ് ഗ്ലാസ് വാങ്ങിയിരിക്കുന്നു. വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെക്കാൻ വേണ്ടി പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഇറക്കിയതാണ് ഗൈസ്. പൊളിച്ചിലാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് അതിൻ്റെ അവസാനം. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് കണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും മതിയായിരുന്നു. അങ്ങനെ നമ്മൾ നൈസായിട്ട് ദോശയും ചിക്കൻ ഫ്രൈയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. ഓക്കെ, ബൈ.